10 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ്, സുന്ദരിയായ കുഞ്ഞ് അലിൻ ഓർമ്മയായി. ഓർമ്മയെന്ന് പറഞ്ഞാൽ അത് അച്ഛനും അമ്മയോടും ഒക്കെ ഒപ്പം മുത്തശ്ശിയുടെ മടിയിൽ സുഷുപ്തിയിലായിട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരപകടം ഉണ്ടായാണ് ആ കുഞ്ഞിൻ്റെ എല്ലുകളൊക്കെ നുറുങ്ങിപ്പോയത്. അത് അവശയായിട്ട് ആശുപത്രിയിൽ കുറേ 8-9 ദിവസം ആശുപത്രി കിടന്നു. അവസാനം അതിൻ്റെ ബ്രെയിൻ ഡെത്തായി, മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും വളരെ ഉദാത്തമായ ഒരു കാര്യം, രണ്ടുപേരും ഒരു ചെറുപ്പക്കാരാണ്, അവർ തീരുമാനം അങ്ങ് ചെയ്തു. അതാണ് എല്ലാവരുടെയും കണ്ണുകൾ ഈർന്നാക്കുന്ന ഒരു സംഭവം. അവർ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ ഈ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. 5 കുഞ്ഞുങ്ങൾക്ക് ആണ് ഇതിൻ്റെ അവയവങ്ങൾ, ഇതിൻ്റെ കരൾ, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ വാൽവ്, കണ്ണുകൾ, ഇതൊക്കെ ദാനം ചെയ്തത്, വൃക്കകൾ, ഇതൊക്കെ ദാനം ചെയ്ത് 5 കുഞ്ഞുങ്ങൾക്കാണ് ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത്. അത് ഒരു ആംബുലൻസ് ഇവിടുന്ന് പോയി, പോലീസ് പൈലറ്റോട് കൂടിയാണ് ആംബുലൻസ് പോകുന്നത്. ആ ആംബുലൻസ് ഇവിടുന്ന് എത്തിയത് തിരുവനന്തപുരത്ത്, ഇവിടുന്ന് അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ സമയം നമ്മളൊന്ന് കണക്കാക്കണം. അത് പോയത് ഈ റോഡ് വഴി പോകാൻ ഒക്കത്തില്ല, ഹൈവേ കൂടെ പോകാൻ ഒക്കത്തില്ല, ഹൈവേ പണി നടക്കല്ലേ, പോയ ബുദ്ധിമുട്ടാണ്. അത് കോട്ടയം വഴി ആണ്, ഇവിടുന്ന് തൃപ്പൂണിത്തുറ കോട്ടയം വഴി ആണ് തിരുവനന്തപുരത്തേക്ക് പോയത്. അത് അവിടെ ചെന്ന് കിംസ് ആശുപത്രിയിൽ പോകണം, മെഡിക്കൽ കോളേജിൽ പോകണം, അതുപോലെ പല ആശുപത്രികളിലായിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ഈ സംഭവം, ഇതിൻ്റെ ഈ അവയവങ്ങൾ എടുത്തത് കൊടുക്കേണ്ടത്. ഡോക്ടർമാരുൾപ്പെടെ, ക്രിട്ടിക്കൽ കെയറിലുള്ള ഡോക്ടർമാരുൾപ്പെടെയാണ് അതിൽ പോയത്. അപ്പോൾ ഇത് 3 മണിക്കൂറും 10 മിനിറ്റും കൊണ്ടാണ് ഈ ആംബുലൻസ് ഇത് വഹിച്ചുകൊണ്ട് അവിടെ ചെന്നത്, ഈ അവയവങ്ങളും കൊണ്ടായിട്ട്. തിരുവനന്തപുരത്ത് എത്തുകയാണ്, ഈ വളഞ്ഞ വഴിയിലൂടെ എത്തിയതാണ് ഞാൻ പറഞ്ഞ 3 മണിക്കൂർ 10 മിനിറ്റ്. കൊള്ളാം. നമ്മൾ ഈ ഒരു സിനിമയെ മാത്രമേ നമുക്കിത് കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം കാണുന്നത്. ജനങ്ങളെല്ലാം ഇതിനോട് സഹകരിച്ചു എന്നുള്ളത് വളരെ സത്യമാണ്. പോലീസും അതുപോലെ ജാഗരൂകരായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, അതിന് പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നു. കാരണം അപകട മരണമല്ലേ. അങ്ങനെ പോസ്റ്റ്മോർട്ടം പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മൃതദേഹം വിട്ടുകൊടുത്തു. അതിന് വളരെ ബഹുമതിയോടുകൂടിയാണ് അതിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. ഈ അടക്കം ചെയ്തപ്പോൾ അതിന് എല്ലാ ആളുകളും മിക്കവാറും വലിയ നേതാക്കൾ മുഴുവൻ അവിടെ ചെന്നിരുന്നു. മന്ത്രിമാരുണ്ടായിരുന്നു, പൊതുരംഗത്തുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു, സാമൂഹ്യ പ്രവർത്തകരുണ്ടായിരുന്നു, വിശിഷ്യ നാട്ടുകാർ. എന്തുമാത്രം ആളുകൾ ആ തടിച്ചുകൂടിയെന്നറിയാമോ? എല്ലാവരും ആ കുഞ്ഞിന് പോയി ആ മുഖത്തൊരു ഉമ്മയും കൊടുത്തിട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് വളരെ വലിയ ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ, അതായത് പിതാവിൻ്റെ, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പിതാവ്, അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വിഷമം വരും. നല്ലൊരു കാര്യം എൻ്റെ മോനും മരുമോളും കൊണ്ട് ചെയ്തു, വളരെ നല്ലൊരു കാര്യമാണ്. ഞങ്ങളുടെ അടുത്തൊക്കെ ആലോചിക്കേണ്ട കാര്യമില്ല, പക്ഷേ അങ്ങനെ ആലോചിച്ചു, അത് അവർ ചെയ്യേണ്ടതാണ്, ചെയ്തു. ഏതായാലും ശരി, അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായതാണ് വേദനിപ്പിക്കുന്ന സംഭവം. ഈ കഴുകന്മാരുണ്ടല്ലോ, അതായത് ഈ കുഞ്ഞുങ്ങളുടെ ജീവന് പോലും വെച്ച് വില പറയുന്ന കഴുകന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരുപാട് പേര് വളരെ വലിയ വെള്ളമുടുപ്പും അതും ഇതുമൊക്കെ അണിഞ്ഞ് ഒരുങ്ങി റെഡിയായി വന്നിട്ട് ഓരോ വീഡിയോ ചെയ്ത് പണം ഉണ്ടാക്കുന്നവന്മാർ. കോടിക്കണക്കിന് രൂപയാണ് അവന്മാരെ ഉണ്ടാക്കിയേക്കുന്നത്. ഒരുപാട് പേര്, ഞാൻ പറയുന്നില്ല, എനിക്ക് ഒരുപാട് ആളുകൾ ഇത് ഒരു 5-8 എണ്ണത്തിന് എനിക്കറിയാം. കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ നിന്ന് സമ്പാദിച്ചേക്കുന്നത്. ഓരോ വീഡിയോ അങ്ങോട്ട് ചെയ്ത് കൊടുക്കും, അതിനെ ഒഴുകിയെത്തും. ഗൾഫിൽ നിന്നുമൊക്കെ പണം ഒഴുകിയെത്തും. ഇപ്പോൾ ഒരു 50,000 രൂപ ചിലവുള്ള ഒരു ചികിത്സയ്ക്ക് ചിലവുള്ളതിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ പലപ്പോഴും വരുന്നുണ്ടല്ലോ, നല്ല മനസ്സുള്ള ആളുകളാണ് ഈ പണം കൊടുക്കുന്നത്. അത് ഒരു 4-5 കോടി രൂപ കിട്ടും. ഇതൊന്നും ആ കുഞ്ഞിൻ്റെ ആ ചികിത്സയ്ക്കോ അതിനൊന്നും കൊടുക്കുകയല്ല. അതിൽ നിന്ന് വരുന്നത് ഇത് കൊടുക്കും. അവരെ ഇന്ന് നേരത്തെ ചെക്കപ്പിട്ട് വായിക്കുക തുടങ്ങിയുള്ള വലിയ കലാപരിപാടികളാണ്. ബാക്കി തുകയ്ക്കും. ഒരുപാട് പേരങ്ങനെ ചെയ്തതാണ്.
ഒരുപാട് പരാതികളും വന്നിട്ടുണ്ട്. ഈ കഴുകന്മാരിങ്ങനെ കറങ്ങി കിടക്കാണ്. ഈ കുഞ്ഞിൻ്റെ ഈ ശരീര അതിൻ്റെ കുഞ്ഞിൻ്റെ ഈ അവയവങ്ങളുണ്ടല്ലോ, മറ്റേ കുട്ടികൾക്ക് തുന്നി പിടിപ്പിക്കാൻ ചിലവ് വേണം എന്ന് പറഞ്ഞിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് പണവും ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ പോയി. അത് ഈ കുട്ടിയുടെ പിതൃവ്യന് കിട്ടുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇതുപോലെ ഇങ്ങനെയുണ്ട്, എനിക്ക് അത് തെളിവ് കിട്ടിയാൽ ഞാൻ കേസ് കൊടുക്കും. ഇതിൻ്റെ തെളിവ് വേറെ നോക്കിയിരിക്കണ്ട, പോലീസ് ഇത് അന്വേഷിക്കണം ഈ സംഭവം. കാരണം ഇതുപോലുള്ള വൃത്തികെട്ട കഴുകന്മാരുണ്ടല്ലോ, ഇതിനെപ്പോലും കൊത്തിവലിക്കുന്ന കഴുകന്മാർ, കുഞ്ഞുങ്ങളെ ശവശരീരങ്ങൾ വലിക്കുന്ന കഴുകന്മാർ, അവരെയായിട്ടേ എനിക്കിത് കാണാൻ പറ്റുള്ളൂ. ഈ കഴുകന്മാരെ ഉണ്ടല്ലോ നിലയ്ക്ക് നിർത്തണം. ഇതുപോലെ നല്ല മനസ്സോടുകൂടി ഒരു അച്ഛനും അമ്മയും ചേർന്ന് ചെയ്ത ഒരു കാര്യം, അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ മുതലെടുക്കാനായിട്ട് ഇങ്ങനെ റായി പറക്കുന്ന കഴുകന്മാർ, ഈ കഴുകന്മാരുണ്ട്. ഈ കഴുകന്മാരെ ഒക്കെ നിലയ്ക്ക് നിർത്തണം, ഇവനെയൊക്കെ അഴിക്കുള്ളിലാക്കണം, ഇതിന് പണം പിരിക്കുന്നവന്മാരെ. മാത്രമല്ല, ഇതുപോലെ പണം പിരിക്കുന്നവന്മാരുടെ ആ സ്രോതസ്സുകളുണ്ടല്ലോ, അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് ശരിയായ അന്വേഷണം വേണം. ഒന്നുമില്ലാതിരിക്കുന്നവനൊക്കെ കോടിക്കണക്കിന് വലിയ കോടീശ്വരന്മാരാണിപ്പോൾ. അതെങ്ങനെ ഉണ്ടാക്കി, ഇതെവിടുന്ന് കിട്ടി എന്നുള്ളത് അന്വേഷിക്കണം. അതാണ് വേണ്ടത്. ഇവനൊക്കെ ഇൻകം ടാക്സ് പോലും കൊടുക്കണ്ട. കാരണം ഇഷ്ടംപോലെ ഇതുപോലെ കള്ളത്തരത്തിലല്ലേ ഇഷ്ടംമാതിരി പണം ഉണ്ടാക്കിയേക്കുന്നത്. ധാരാളം ആളുകളുണ്ട് ഇങ്ങനെ ഈ ഫീൽഡിൽ. നല്ല കാര്യം ചെയ്യുന്നവന്മാരെ ഒരൊറ്റ ഒരുത്തന്നെ ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഈ വളരെ വലിയ ചതിവാണ് ഈ കാണിക്കുന്നത്. നല്ല മനസ്സുള്ള ആളുകൾ ഈ സാമ്പത്തിക സഹായം ഇതുപോലെ കൊടുക്കും, ആർക്കെങ്കിലും കണ്ടാൽ കൊടുക്കും. ആ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഡ്രസ്സ് പോലും ഇല്ല രീതിയാണ്. അങ്ങനെ അങ്ങ് പോവും. ഇത് ഒരു ബാങ്കിൽ അക്കൗണ്ട് തുറക്കും, ഇതെടുക്കും. പിന്നെ ഇതെല്ലാം ഹോസ്പിറ്റലുകളുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട് ഇവർക്ക്. ഓരോ ആശുപത്രിയിൽ ഏതെങ്കിലും ഇവനൊക്കെ വിവരം കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നിന്ന് ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിവരം കൊടുക്കും. കാരണം ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒന്നും ഇല്ലാത്തതാണ്. ഉടനെ കഴിഞ്ഞ് വരും, ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ശരിയാക്കി തരാം, ഒരു വീഡിയോ ചെയ്യാം എന്നങ്ങ് പറയും. എന്നിട്ട് അങ്ങ് ചെയ്യുക, എന്താണ് അത് ഇങ്ങനെയാണ്, എന്താ വീട്ടിൽ ഇന്നതൊക്കെ വലിയ ബുദ്ധിമുട്ട്, കരഞ്ഞൊക്കെ പറയും. ഇത് കണ്ട് ഈ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സലിഞ്ഞിട്ട് നമ്മൾ പലരും കൊടുക്കും. ഞാനും ആദ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്, കളിപ്പീരും പറ്റിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എനിക്കിത് മനസ്സിലായത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത്രത്തോളം വലിയ കള്ളമാണെന്ന്. ഈ കൊടുത്ത പണം അത് കിട്ടിയോ എന്നറിയാൻ വേണ്ടി ഞാനൊരിക്കൽ ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ നമ്പർ പിന്നെ ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പണം പോയതാണെന്ന്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് ഇതിനെക്കുറിച്ച് ശരിയായൊരു അന്വേഷണം വേണം. ഈ കള്ളന്മാരെയൊക്കെ അഴിക്കുള്ളിലാക്കണം, അതാണ് വേണ്ടത്. യവന്മാരാരും പണം പിരിക്കണ്ട, ആർക്കും. മനസ്സുള്ളവർ തന്നെത്താൻ കൊടുത്തോട്ടാ പണം. അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ വീഡിയോ എടുത്ത് പരസ്യം ചെയ്ത് മൂന്നാമനായിട്ട് നിന്ന് പണം തട്ടുന്ന കഴുകന്മാർ, ഇവനെയൊക്കെ എന്ത് ചെയ്യണം?